അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും വലിയ കുഴപ്പമായിരുന്നു എനിക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രത്യേക കാര്യം എനിക്ക് മനസ്സിലായ ഈ രോഗം വന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഈ ഒരു മെഡിഫെസ്റ്റ് ഇതിന്റെ ഉദ്ദേശം ഞാനിത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ആയുർവേദവും ഹോമിയോപ്പതി പ്രകൃതി ചികിത്സയും ഇതൊക്കെ സംഘടിപ്പിക്കുക. ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കാലം മാറിക്കഴിഞ്ഞു, പ്രശ്നമായി. അതുവരെ ഉണ്ടാക്കിയ പൈസ മുഴുവനും പോയി വീടും പറമ്പും വിറ്റ് കഴിയുമ്പോൾ ഇയാള് പോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഈ രോഗം കാര്യങ്ങളെ പറ്റി പറയുന്നതിനേക്കാളും മുമ്പ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ചോദിച്ചാൽ, എന്നെ സാധാരണ അങ്ങനെ മീറ്റിങ്ങുകൾക്കൊന്നും ആരും വിളിക്കാറില്ല. എന്നെ അറിയുന്ന ആളുകൾ. നമ്മുടെ മിനിസ്റ്റർ അദ്ദേഹത്തിന് ആലപ്പുഴയും ഇരിഞ്ഞാലപ്പുഴയും തമ്മിൽ ഒരുപാട് ദൂരമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവുന്നത്. അപ്പൊ എനിക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊരു വലിയ ആളാണല്ലോ, അതുകൊണ്ടാണല്ലോ എന്നെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ അന്നും all stand up, sit down, all stand up, sit down, all sit down. Innocent stand up on the bench. അവൻ വലിയവനാണ്, അവനങ്ങനെ ബെഞ്ചിൽ ഇരിക്കേണ്ട ആളാണ്. ആ ക്ലാസ് കഴിയുന്നത് വരെ ആ ബെഞ്ചിന്റെ മുകളിൽ നിന്നുകൊണ്ട്, മൈക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഞാനിങ്ങനെ നോക്കി അങ്ങനെ ഒരുപാട് കാലം ബെഞ്ചിന്റെ മുകളിൽ ഇരുന്ന ആളാണ്. സ്കൂളിലാണെങ്കിൽ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ പഠിച്ച ആളാണ്. എൻ്റെ ഒരു ഗതികേടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവിടുന്ന് കയറി വരുമ്പോൾ എൻ്റെ അടുക്ക് ഈ മിനിസ്റ്ററോ അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ വന്ന ആളുകളോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരാണെന്ന് ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഫിലിപ്പഗസിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഞെട്ടാൻ കാരണം എനിക്ക് ഇവിടെ വരുമ്പോൾ എൻ്റെ സംസാരം തുടങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. എങ്ങനെ? ഞാൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ MSc പഠിക്കുന്ന കാലത്ത് ഞാൻ 8 വരെ പഠിച്ചുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത് പൊട്ടി. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഗതികേട് എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ വലിയ സിനിമാ നടനാവും, അല്ലെങ്കിൽ ഇത്രയും നല്ല ക്യാൻസർ രോഗിയാവും, ഇതൊന്നും എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പണ്ടേ 8ാം ക്ലാസ്സേ എനിക്കുള്ളൂ എന്നൊക്കെ ഞാൻ വളരെ വിളിച്ചു പറഞ്ഞു കേട്ടു. ഇപ്പൊ ഉള്ളൊരു കുഴപ്പം, ഞാനൊന്ന് നന്നായി സിനിമാ നടനായി കഴിഞ്ഞപ്പോ എനിക്ക് MSc എന്ന് പറയണമെന്ന് ആഗ്രഹം, പക്ഷെ ആളുകൾ സമ്മതിച്ചു തരില്ല. എന്തായാലും വളരെ കഷ്ടപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, ഓരോ ക്ലാസ്സുകളിലും പഠിച്ച ആളുകളാണ് ഇരിക്കുന്നവരൊക്കെ. നമ്മളൊക്കെ ടീച്ചർമാരോ മാഷുമാരോ വന്ന് ഒരു പീരീഡ് കഴിഞ്ഞാൽ അധ്യാപകൻ പറയും, ഒരു അധ്യാപകൻ പുതിയതായിട്ട് വരും, വന്നു കഴിഞ്ഞ ശേഷം പറയും ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ. അങ്ങനെ നല്ല സ്പീഡിൽ പറയും. അവർക്കത് സ്പീഡിൽ പറയാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ല പ്രായമുണ്ട്, എനിക്ക് വലിയ വയസ്സായി. ഞാൻ ഓരോ ക്ലാസ്സിലും 3 കൊല്ലം വെച്ച് പഠിക്കുന്ന ഞാൻ 8ലൊക്കെ വരുമ്പോൾ, ഞാൻ 7ലൊക്കെ വന്നു കഴിഞ്ഞിട്ട് തോറ്റത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ യാതൊരു മടിയില്ല. ആ ടീച്ചർ ഒരു സുന്ദരിയായി. 1 കൊല്ലം കൊണ്ട് ആ ക്ലാസ്സിൽ നിന്ന് പോയാൽ മനസ്സിലായില്ലേ? അപ്പൊ ആ ഇഷ്ടം കൊണ്ട് 1 കൊല്ലം കൂടി പഠിക്കുന്നു, വീണ്ടും ഒന്നും കൂടി തോൽക്കുന്നു. അറിയുന്ന ഉത്തരം ആൻസർ പേപ്പറിൽ എഴുതാതെ ആ ടീച്ചറെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കും. 3 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇനിയും വേറെ ടീച്ചർമാർ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കൂടെ പഠിക്കുന്ന കുട്ടികളെ അല്ല പ്രേമിച്ചത്, അവരൊക്കെ എൻ്റെ മക്കളുടെ പ്രായമേ ഉള്ളൂ. ടീച്ചറൊക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ പ്രായം. അപ്പൊ ഇതൊക്കെ സ്കൂളിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വയ്യ. ഇവർക്കിത് പറയാൻ എളുപ്പമാണ്. ഞാൻ തൈക്കാട്ട് മൂസേന്റെ എണ്ണ മേടിച്ച് കയ്യും കാലും തിരുമ്മിയിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. അത് ഇവർക്ക് അറിയില്ല. ഞാൻ ഇന്നലെയും തുടങ്ങിയതല്ല വിദ്യാഭ്യാസം. ഒരുപാട് കാലമായി വിദ്യാഭ്യാസം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓൾ സിറ്റ് ഡൗൺ. ഓക്കെ. അപ്പൊ എന്റെ മനസ്സിലുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. കാരണം എനിക്ക് ആവശ്യമില്ല, ഞാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞാണ്.
എന്ന് മനസ്സിൽ പറയും. പക്ഷെ ആ സമയത്താണ് ഈ ടീച്ചറോ അല്ലെങ്കിൽ ഈ മാഷോ ലാസ്റ്റ് ബെഞ്ച് സ്റ്റാൻഡപ്പ്, അവിടെയാണ് എന്നെ കുഴിച്ചിട്ടിരിക്കുന്നത്. സിറ്റ് ഡൗൺ, ഇതൊക്കെ കഴിഞ്ഞ് ഇന്നസെന്റ് സ്റ്റാൻഡപ്പ്, എന്താ ഇയാളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചേക്കാം, ഇല്ല ഇനി പുറത്തേക്ക് പോകും. അപ്പൊ ഇന്നത് ആദ്യം ചെയ്താൽ പോരെ. അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ അധികം നേരം നിൽക്കാൻ വയ്യ എന്റെ പൊന്നു കൂട്ടുകാരെ. കാരണം അന്നിങ്ങനെ ഇട്ടും ഇരുന്നും എഴുന്നേറ്റും ഇരുന്നും. അപ്പൊ ഇതൊക്കെ എന്നാ എന്തെങ്കിലും പഠിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട്. മേം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ പഠിച്ചു. ഒരു ആപ്പിൾ താഴെ വീണപ്പോൾ ന്യൂട്ടന് ചിന്താവിഷയമുണ്ടായി, ഒരു പണിയിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ മൊഹൻജദാരോ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലങ്ങൾ കുഴിച്ചപ്പോൾ പഴയ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങൾ കുഴി തിന്നട്ടെ. ഞാൻ 500 പ്രാവശ്യം എഴുതി. അറിയോ, ചീനയിൽ നിന്ന് വന്ന സഞ്ചാരികളാരാണ്? ഫാഹിയാൻ, ഹുയാൻസാൻ, ഇക്സി. ഇവന്മാർക്ക് വേറെ പണിയില്ലാത്ത കാരണം ഇവരിങ്ങനെ തെറ്റി നടക്കുക. ഇപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഫാഹിയാനൊക്കെ എന്റെ വല്യമ്മയുടെ മോനാണ്. കാരണം അത്രയും ഞാൻ എഴുതി ഇതൊക്കെ. അപ്പൊ ഈ സമയത്തൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നാടകമായിരുന്നു, സിനിമയായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ എന്റെ മാതാപിതാക്കൾ വിചാരിച്ച രീതിയിൽ പോകാതിരുന്നത്. അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. ആലീസിന് പണ്ട് ചെറിയ അസുഖം വന്നപ്പോൾ ഞാൻ കൂത്താട്ടുകുളത്ത് ഡോക്ടർ ഇരിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമാണ് ഒരുപിടി കാലമായിട്ട്. എന്തായാലും ആ ആൽഫ പെയിൻ ആൻഡ് പാലിറ്റീവ് എന്ന് പറയുന്ന സംഘടനയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ ഓട്ടത്തിന്റെ ഇടയിൽ ഒരു ദിവസം തൊണ്ടയിൽ ഒരു ചെറിയൊരു പ്രശ്നം, എന്താണ് എന്നറിയില്ല. ഞാൻ അന്ന് ആദ്യം കണ്ടത് ഡോക്ടറെയാണ്, ഫിലിപ്പഗസ്റ്റൻ ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു ഗംഗാധരനെ കാണിക്കും. ഡോക്ടർ ഗംഗാധരൻ വന്നു. അവിടെ നിന്ന് എന്തോ കുത്തിയെടുത്തു, ബയോപ്സിക്ക് അയച്ചു. ഒരു 6 ദിവസം കഴിഞ്ഞപ്പോ ആ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ആ സമയത്ത് ഞാൻ ഈ കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പള്ളിയിൽ അച്ഛന്റെ വേഷമിട്ട്. ഞാൻ ഡോക്ടർ ഗംഗാധരനെ വിളിച്ചു, എന്താണ് എന്റെ പ്രശ്നം? അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അവസാനം കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നസെന്റ് നാളെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതോടെ അവസാനിച്ചു. സിനിമയിൽ നിന്ന് ഞാൻ പുറത്തു പോകാൻ പോവുകയാണ്, കഴിഞ്ഞു എന്ന് തോന്നി എനിക്ക്. 2 വലിയ സീനുകൾ എടുക്കാൻ. ആ സീനിൽ 8 പേജ് ഡയലോഗാണ്. ഇത്രയും വലിയൊരു സംഘർഷത്തിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഈ ഡയലോഗ് പഠിക്കും? പക്ഷേ ഞാൻ പഠിച്ചു. സ്വയം ഒരു ശക്തി ഞാൻ തന്നെ ഉണ്ടാക്കി. ഞാൻ ആ ഡയലോഗ് പഠിച്ചു. ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു, ലൈറ്റ് പോണു, വെളിച്ചം പോണു, പെട്ടെന്ന് എടുക്കണം. എന്റെ മനസ്സിലുണ്ട്, എന്റെ വെളിച്ചം വരെ പോകാൻ നോക്കുകയാണ്, അതിലും വലുതാണോ ഈ വെളിച്ചം? അങ്ങനെ ആ സീൻ എടുത്തു. പിറ്റേ ദിവസം കാലത്ത് ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഡോക്ടർ ഗംഗാധരനെ കാണുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് എന്റെ സംഭവം? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ക്യാൻസറാണ്. കാര്യം മനസ്സിലായി. ഇനി ഞാൻ മനസ്സിൽ ആ സമയത്ത് നമുക്ക് തോന്നുകയാണ്, പലതും തോന്നും. എന്റെ ഭാര്യയെ പ്രിയപ്പെട്ട അവളെ വിട്ടുപോകണം, എന്റെ മകനെ വിട്ടുപോകണം. മകന്റെ കുട്ടികൾ അന്ന, ഇന്നസെന്റ് എന്ന് പറയുന്ന 7 വയസ്സായിട്ടുള്ള കുട്ടികൾ, അവർ 10-18 വയസ്സായി. അവർ കുറച്ച് നേരം വൈകി വരുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കണം, എന്താണ് നേരം വൈകി എന്ന് ചോദിക്കുമ്പോൾ അവര്, അപ്പാപ്പ പഴയ കാലമല്ല, സംസാരിക്കും. അത് കേൾക്കാനുള്ളൊരു കൊതി നമുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. പക്ഷേ ചികിത്സ തുടങ്ങി. ഞാൻ കേട്ടത് ഡോക്ടർ ഫിലിപ്പഗസ്റ്റൻ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, ഇനിയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. ഈ സമയത്താണ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ കീമോ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോഴേക്കും വയ്യാതെ എന്റെ കവിളുകളൊക്കെ കുഴിഞ്ഞു, എന്റെ മുടി മുഴുവനും പോയി. ഞാൻ വളരെ വണ്ണം കുറഞ്ഞു. 90 കിലോ ഉണ്ടായിരുന്ന ഞാൻ 68 കിലോ ആയി. നിങ്ങൾക്കറിയാം, ഏകദേശം 10 രൂപം. ഒരു ചാരികസേരി കിടക്കുമ്പോൾ പള്ളിയിൽ പോയി വരുന്ന ഒരു 5-8 ചേട്ടത്തിയാന്മാര്, അവരെല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്ന് കുറച്ചു നേരം നോക്കി നിന്നു. കാല് തൊട്ട് തലയിലേക്ക് നോക്കി, തലേന്ന് കാലുമണിക്ക് നോക്കി. അതിനുശേഷം അവര് പറഞ്ഞു, ഒരുങ്ങിയിരിക്കുകയാണല്ലേ. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടത്തിയാരുടെ മോളെനിക്ക് കല്യാണം കഴിച്ചു തരാൻ പോകുന്നു? അതായത് ഞാൻ അങ്ങോട്ട് പോവാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു സ്ഥലത്തേക്കും പോവില്ല എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ ഇരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ദുഷ്ടനെ പന പോലെ വളർത്തുന്ന കർത്താവ് വിശ്വസിച്ചാ പറഞ്ഞത്. അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഈ 10 പേര് കൂടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതി വരെ പോകും. ഇതുപോലെ ഒരുപാട് ആളുകൾ, ചില സ്വാമിമാര്, ചില സന്യാസിനികൾ. അപ്പൊ ഇവരൊക്കെ വന്ന് പറയുന്നത് കുറച്ച് ദിവസം പോയി ധ്യാനിക്കുക. ഈ കീമോയും ഇതൊന്നും കാര്യമില്ല. ഡോക്ടർ അഗസ്റ്റിനോ അല്ല ഫിലിപ്പ് അഗസ്റ്റിനോ അല്ലെങ്കിൽ ഗംഗാധരനോ അവരൊക്കെ പലതും പറയും. പക്ഷെ ഇതാണ് ആവശ്യം. ഒരു 15 ദിവസം ഇന്നസെന്റ് പോയി ധ്യാനിക്കുക. ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ ക്രിമിനാലിക്കും. അത്രയേ എന്ന് വെച്ച് ഭക്തി വേണ്ട എന്നല്ല, ഭക്തി വേണം. ഭക്തി മനുഷ്യന്റെ ആവശ്യമാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനും എല്ലാ ദിവസവും ദൈവത്തെ വിളിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ പോകരുത്. പലരും ഒരിക്കൽ ഞാനത് TV വരെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്റെ വീട്ടിൽ വന്നു. അതിനുശേഷം അവർ പറഞ്ഞത്, കഴിഞ്ഞ ഞായറാഴ്ച 17-ാം തീയതി രാത്രി 7 മണിക്ക് യേശുക്രിസ്തു ഞങ്ങളുടെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇരിഞ്ഞാലക്കുടിയിൽ ഇന്നസെന്റ് ഉണ്ട്, അദ്ദേഹത്തെ തൊട്ട് സുഖപ്പെടുത്തണം, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞു, അതെയോ? അതെ. എപ്പോഴാ വന്നേ? 7 മണിക്ക്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെന്താ? എന്റെ വീട്ടിൽ വൈകുന്നേരം 6 മണിക്ക് വന്നിട്ട് 11 മണിക്ക് രാത്രി പോയത്. പിന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെ യേശു ക്രിസ്തു വരും? അപ്പൊ അയാൾക്ക് മനസ്സിലായി, എനിക്ക് ഈ ക്യാൻസർ മാത്രമല്ല, തലയ്ക്ക് എന്തോ അസുഖമുണ്ടെന്നോ. അപ്പൊ ഇയാളുടെ ഭാര്യ, ഒരു വട്ടമേശയാണ് എന്റെ വീടിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്നത്. ഇയാളുടെ ഭാര്യ ഈ വട്ടമേശയുടെ അടിക്കോടെ ഇങ്ങനെ നോക്കി. അത് നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു, ഇപ്പൊ മുണ്ടങ്ങ് മാറിക്കെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുണ്ട് നേരെ ഇട്ടു. അവര് നോക്കിയത് അതല്ല, എന്റെ കാലില് ചങ്ങലയുണ്ടോന്നാണ്. അപ്പൊ എന്തായാലും അവരൊക്കെ പോയി. എന്റെ അസുഖം മാറി. ഞാൻ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫിലിപ്പ് അഗസ്റ്റിൻ ഡോക്ടറുടെ പേഷ്യന്റ് അല്ലെങ്കിലും എന്റെ അടുപ്പം മൂലം അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് വരും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്റെ മുറി വൃത്തിയാക്കലാണ് ജോലി. എങ്ങനെയാണെന്ന് വെച്ചാൽ, മുറിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ മകനോട് പറയും, ആ ആൾക്കാർക്ക് പിടിച്ച് പുറത്താക്കിയേ, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇൻഫെക്ഷൻ വരും, ഇവിടെ എന്ത് ഉത്സവം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അസുഖം ഏകദേശം മാറി. ഞാൻ വീട്ടിലെത്തി. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പിറ്റേ ദിവസം ഞാൻ എല്ലാ സിനിമാ നടന്മാരെയും കൊണ്ട് ഞങ്ങളൊരു ഫ്ലൈറ്റ് ചാർജ് ചെയ്തിരിക്കുകയാണ് അമ്മയുടെ ഫണ്ടിന് വേണ്ടി, സംഘടനയ്ക്ക്, ഇതുപോലെ തന്നെ ചാരിറ്റി ചെയ്യാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി. ആ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും മകനും മകന്റെ ഭാര്യയും കുട്ടികളും കൂടി എലൈറ്റ് ഹോട്ടലിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്കമാലിയിൽ ഡോക്ടർ ഗംഗാധരന്റെ ഒരു വിളി വന്നു. ഞാൻ ചോദിച്ചു, എന്താണ്? ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ്? അപ്പൊ ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ആലീസിനെയും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നു, ആലീസിനും ക്യാൻസറാണ്. അതുവരെ എനിക്ക് വലിയ പ്രശ്നമില്ല, ഞാൻ പിടിച്ചു നിന്നവനാണ്, ധൈര്യമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ഒന്ന് തകർന്നു പോയി. കാരണം ഞാൻ ജീവിച്ചു, പക്ഷെ അവൾ അപ്പൊ തന്നെ തിരിച്ച് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ വന്നു. ഇവരെയൊക്കെ വന്ന് കണ്ടു. അതിനുശേഷം വന്ന് ചികിത്സ തുടങ്ങി. ചികിത്സിച്ചു, ഭേദമായി. അവരും അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോ സന്തുഷ്ടമായ ഒരു ക്യാൻസർ കുടുംബം അങ്ങനെ മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് ഒരു പ്രധാന കാര്യം, ധൈര്യം മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ പണം വേണം. നല്ല ധൈര്യമുണ്ട് എന്ന് വിചാരിച്ച് ഒരാളുടെ ക്യാൻസർ മാറാൻ പോകില്ല, ഒരാളുടെ അൾസർ മാറാൻ പോകില്ല, ഒരാളുടെ പനി മാറാൻ പോകില്ല. മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് മനസ്സിന് എന്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, ഇനി നാളെ കീമോ ഉണ്ട്, 11,000 രൂപ വേണം, എവിടെ നിന്ന് കിട്ടും? അത് ആലോചിക്കുന്നതുകൊണ്ട് മാത്രം ഈ അസുഖം കൂടും. ക്യാൻസർ എന്നല്ല, എല്ലാ അസുഖവും. അപ്പൊ ധൈര്യം കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടത്, ധൈര്യവും അതിനോടൊപ്പം തന്നെ പണവും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. വെറുതെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ 10 വെച്ച് കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം, കണ്ടൊഴിക്ക് വെച്ചത്. അപ്പോ ആ ധൈര്യത്തിനോടൊപ്പം തന്നെ പണം വേണം. അതിനാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം. ഇന്ന് നമ്മുടെ മിനിസ്റ്റർ വേണുഗോപാൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ചെയ്തത് എനിക്കറിയാം. ഈ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ടൗണിൽ കാണുന്ന സമ്പന്നരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ഞാൻ ആദ്യമായി അദ്ദേഹത്തിനോടും അതിന്റെ ആളുകളോടും ഞാൻ നന്ദി പറയുന്നു. അസുഖമായി
ഒരു ചാരികസേരയിൽ ചുരുണ്ടുകൂടി കിടന്നപ്പോൾ ഞാൻ ആലോചിക്കും, നിങ്ങളായാലും അത് ആലോചിക്കും. നമ്മളൊക്കെ നല്ല സുഖമായി, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് ക്യാൻസർ വരുമെന്ന്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക്